ഞാൻ ഭയങ്കര മഴയായതുകൊണ്ട് എൻ്റെ കാന്താരിക്ക് പെട്ടെന്ന് വരികയാണ്. ഇനി ഇത് നമുക്ക് ചമ്മന്തി അരിക്കണം. ഭയങ്കര മഴയാണ് ഇവിടെ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എല്ലാവരും കമൻറ്റ് ചെയ്യും, വെറുതെ ഇരിക്കണ്ട. ഹായ്, വെൽക്കം ടു ശ്യാമ ആൻഡ് സൗമ്യാസ് വ്ലോഗ്. അപ്പം ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് ഇന്നും ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് മീറ്റ് ചെയ്യാൻ സമയമില്ല. ഞാൻ രാവിലെ കുറേ ബഹളം കാണും, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു കുക്കിംഗ് വ്ലോഗാണ് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഉണ്ടാക്കുന്നത്, ഇന്ന് സൺഡേ ആണ്, പിള്ളേർക്കൊന്നും സ്കൂളിൽ പോകണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയും ചപ്പാത്തി അങ്ങനത്തെ ഉള്ള ഐറ്റംസ് അല്ലേ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ പച്ചക്കറി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു ചേന വാങ്ങിച്ചു. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ചേന. ഏത് സമയം എത്ര പിഴിഞ്ഞാലും ഞാൻ അടിക്കും. ചേന മെഴുക്കുവരട്ടി, ചേന കൂട്ടുകറി, ചേന മസാലക്കറി, അങ്ങനെ ചേന കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാം. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻ റിച്ചാണ്, കാൽസ്യം റിച്ചാണ്. എൻ്റെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും വെയിറ്റ് ലോസിനെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ചേനയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റുന്നതാണ്. എനിക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ ചേനയെ പറ്റി. ബാക്കി അറിയാവുന്ന ഒരു കമൻറ്റിൽ ഇടണേ. അപ്പോൾ ഇന്ന് ഞാൻ ചേന പുഴുങ്ങാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേന പുഴുങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ ചേന വാങ്ങിച്ചത്. അപ്പോൾ കിലോ 45 രൂപ ചേനയ്ക്ക്. അപ്പോൾ ഇതിന് 100 രൂപയായി ഫ്രണ്ട്സ്. അപ്പോൾ ഇതിന് ഞങ്ങൾ ഇത് നല്ല അഴുക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ചെത്തി കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ അതാ നമ്മൾ ചേനയൊക്കെ ചെത്തി ഇതിനെ കട്ട് ചെയ്യാൻ പോകണേ. ഇത് വാങ്ങിച്ച ചേന ആയിക്കൊണ്ട് നമുക്ക് അറിയത്തില്ല, ഇത് ചെറുതായിട്ട് ചൊറിയുന്നുണ്ട്. വേവ് ചെയ്യുമ്പോഴേ വേവുന്നതാണോ എന്ന് പോലും അറിയില്ല. അപ്പോൾ അതാ ചേനയൊക്കെ നമ്മൾ കട്ട് ചെയ്തു. ഇനി കഴുകണം. നമ്മൾ ചേന കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കഴുകത്തുള്ളൂ. ആദ്യമേ വെള്ളത്തിലിടത്തില്ല, എന്നാലും ചൊറിയും. അപ്പോൾ ഇനി കട്ട് ചെയ്തു, ഇനി കഴുകാൻ മതി. നമ്മൾ ചേനയൊക്കെ കഴുകി റെഡിയാക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിനി വേവിക്കാം. അപ്പം അതിന് വേവട്ടെ. എന്നാലും നമുക്കിതിന് കാന്താരി ചമ്മന്തിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് കാന്താരി പറിക്കാൻ പോകണം. കുറച്ച് നേരം വേവട്ടെ. അതൊന്നും വെച്ചതല്ലേ ഉള്ളൂ. കുറച്ച് വേവ് കാണാൻ അറിയത്തില്ല. ഇത് വാങ്ങിച്ചതായിക്കൊണ്ട് വേവ് ഒന്നും അറിയത്തില്ല. അരിഞ്ഞപ്പോൾ കുറച്ച് ചൊറിഞ്ഞു. ഇനിയും വേവും നമുക്ക് കാത്തിരുന്നതാണ്. ചേന ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കറി വാങ്ങിച്ചപ്പോൾ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങ് വാങ്ങിച്ചത്. ആ ചേന നമുക്ക് അവിടെ ഉണ്ട് വീട്ടിൽ, പക്ഷെ അത് എടുക്കാറായിട്ടില്ല. അതുകൊണ്ട് ചേന കുറേ നാളായി ഇരുന്നിട്ട്, അതുകൊണ്ടാണ് ചേന വാങ്ങിച്ചത്. അപ്പോൾ ഇനി നമുക്ക് കാന്താരി പറിക്കാൻ പോകാം. ഞാൻ ഭയങ്കര മഴയായതുകൊണ്ട് എൻ്റെ കാന്താരിയൊക്കെ പെട്ടെന്ന് വരികയാണ്. ഇനി ഇത് നമുക്ക് ചമ്മന്തി അരിക്കണം. ഭയങ്കര മഴയാണ് ഇവിടെ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എല്ലാത്തിനും കമൻറ്റ് ചെയ്യും, വെറുതെ ഇരിക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ചേനയൊക്കെ നല്ല വെട്ടി തിളച്ചു. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പുകല്ലിടുവാണ്. അപ്പോൾ ചേന റെഡി ആകുമ്പോഴത്തേനും ഞാൻ കാന്താരി ചമ്മന്തി അരയ്ക്കാൻ പോകും. അത് കല്ലില്ല. ചമ്മന്തി റെഡിയായി. നമ്മൾ കല്ലിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇച്ചിരി എരിവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല എരിവാണ് ഈ കാന്താരിക്ക്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒന്ന് ചതച്ചെടുത്തേ ഉള്ളൂ. ഒരുപാട് നമ്മൾ മിക്സിയിലാണെങ്കിൽ നല്ലപോലെ അരിഞ്ഞു കിട്ടും. ഇത് ഞങ്ങൾ ചുമ്മാ കല്ല് വെച്ചങ്ങ് അരച്ചു വരും. അപ്പോൾ ഞാൻ ചമ്മന്തിക്കകത്തോട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേ. ഇതൊരു വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് ഇത് ചാലിക്കാം. പക്ഷെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതേ ഉള്ളൂ. ഇതിൽ തേങ്ങ അരച്ച് നമ്മൾ അല്ലാതെ ചെയ്യും. ഇതെല്ലാം എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി. പക്ഷേ ചേന വേവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ വാങ്ങിച്ച ചേന ആയിക്കൊണ്ട്, പക്ഷെ വേവുന്നുണ്ട്. ഓക്കെ, ഇതാ നമ്മുടെ ചേന വെന്ത് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ വാങ്ങിച്ച ചേന ആയിക്കാൻ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു വേവ് എന്താ. നന്നായിട്ട് വെന്തു. ഇനി നമുക്കിത് വെള്ളം ഊറ്റി കളയണം.
അതാ നമ്മുടെ ചേന നല്ലപോലെ വെന്തു. വേവത്തില്ലെന്നൊക്കെ പേടിച്ചു പോയി. പക്ഷെ നല്ലപോലെ നല്ല വെണ്ണ പോലെ വെന്തു എന്നൊക്കെ പറയില്ലേ, നല്ലപോലെ വെന്തു. അപ്പൊ അങ്ങനെ നമ്മുടെ ചേനപ്പുഴുക്ക് റെഡി ആയിരിക്കുന്നത് കണ്ടില്ലേ. നല്ല ചൂട് ചേനയും കുറച്ചുകൂടി പോയത്, എന്നിട്ട് നമ്മൾ ഈ പ്ലേറ്റിൽ ഇട്ടത് കേട്ടോ. എന്താ അത് ചണ്ടാരി ചമ്മന്തി കൂടെ സൂപ്പറാ. എന്ത് ചേന വെന്തില്ലേലും ഞാൻ കഴിക്കും, പക്ഷെ ഇത് നല്ലപോലെ വേവുന്നതായിരുന്നു. നമുക്ക് ചേന ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ പോയി വാങ്ങിച്ചത്. അറിയാവുന്നവർ വിചാരിക്കും നിങ്ങൾക്ക് ചേന ഇല്ലാഞ്ഞിട്ടാണ് കടയിൽ പോയി ചേന വാങ്ങിച്ചതെന്ന്. അതെന്നല്ല, നമുക്ക് ചേന കുറച്ച് ആയിട്ടില്ല, എടുക്കാറായിട്ടില്ല. അപ്പോൾ പിന്നെ കണ്ടപ്പോൾ കൊതി വന്നപ്പോൾ അങ്ങ് വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം.